എന്നും നല്ലവൻ യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യൻ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകരത്തെ സെഷനിലെ അനുഗ്രഹിച്ച കർത്താവ് ഈ സായംകാലവും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. ടെലിവിഷനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദൈവത്തിന്റെ വചനം കേട്ട ദൈവമക്കളുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തുവല്ലോ. ഈ രാത്രിത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്ത്, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബുദ്ധിപദേശത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇസ്രായേൽ ജനത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തിയും നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ അത്ഭുതകരമായ വിധത്തിലാണ് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയത്. പക്ഷേ അവരത് മറന്നുപോയി, വേഗത്തിൽ മറന്നുപോയി. അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നാം സൂക്ഷിക്കണം. നാം രക്ഷിക്കപ്പെട്ട് ചാരപ്പെട്ട് ദൈവത്തിന്റെ കൃപയിലായതിനു ശേഷമായിട്ട് എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നു. എത്രയോ പ്രാവശ്യം നമ്മുടെ രോഗസൗഖ്യം കർത്താവ് നൽകി തന്നു. ഡോക്ടർമാർക്ക് അസാധ്യമായതിന് ദൈവത്തിന് സകലം സാധ്യമെന്നുള്ള നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ എത്രയോ വട്ടം കർത്താവ് അവസരമൊരുക്കി. എന്നാൽ ഏതെല്ലാം വിഷയത്തിൽ നമ്മളിപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. ഈ വചനത്തിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. മരുഭൂമിയിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ചിലരുടെ ഹൃദയം കഠിനമായി പോവുകയാണ്. ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും പകയും പിണക്കവും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത പ്രാപിക്കാൻ കഴിയത്തില്ല, സമാധാനം പ്രാപിക്കാൻ കഴിയത്തില്ല, സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളത്തിലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പിൽ സമയമില്ല. ഇത് രാവിലെ നമ്മൾ ചിന്തിച്ചല്ലോ, ഹോശയ്യ എന്ന് പറയുന്ന യെഫുന്നെയുടെ മകന് മോശ യോശുവ എന്ന് പേരിടുവാൻ ഇടയായിത്തീർന്നു. കാരണം അവൻ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നു. ജനത്തെ രക്ഷിക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഉള്ളൊരു മനസ്സ് അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് യോശുവ എന്നുള്ള പേര് മോശ അവൻ ഇടുവാനിടയായിരുന്നു. മോശ എന്നുള്ള പേര് കൊട്ടാരത്തിലെ രാജകുമാരി ഇട്ട പേരാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരിട്ടെങ്കിലും സ്വർഗത്തിൽ ദൈവം അതെല്ലാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ കൃപയാ അവർ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി വളരെയധികം ശോഭിക്കാനിടയായിത്തീർന്നു. ഇന്ന് പകരം നമ്മൾ ചിന്തിച്ച വേദഭാഗത്തിന്റെ വേറൊരു വേഴ്സൺ കൂടെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം നമ്പേഴ്സ് 40 verse 36 to 38. ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെ കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞു. ദുർവർത്തമാനം പറയരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം പറയരുത്. സ്വത്രം ദുർവർത്തമാനം, മറ്റുള്ളവരെ ഇടിച്ചു കെട്ടുവാനും താഴ്ത്തി കെട്ടുവാനും ഉള്ള വിധത്തിൽ ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്.
നാം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് അവരോടുള്ള ദൂത, ഇത് ഇവരോടുള്ള ദൂത എന്നൊന്നും നമ്മൾ പറയരുത്. നമുക്കുള്ളതുണ്ടോ എന്ന് നോക്കണം. അപ്പൊ മറ്റുള്ളവർക്കുള്ളതായി കിട്ടിയുള്ളൂ, അപ്പൊ നമുക്കൊന്നും കിട്ടിയില്ലെന്നാണോ പറയുന്നത്? നമ്മുടെ ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമ്മളോടാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, കുറ്റങ്ങൾ കണ്ടുണരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടാനോ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനോ ദൈവവചനം അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ക്രോധാഗ്നി ഇവിടെ ഉണ്ടാകും. ദൈവത്തിന്റെ സ്വതന്ത്രം താഴ്ത്ത വായിച്ചേ. സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തി സഭ മുഴുവനും പിറുപിറുപ്പാൻ. ദൈവസഭയിൽ മറ്റുള്ളവർക്ക് കൂടെ പിറുപിറുപ്പുണ്ടാക്കുന്ന വിധത്തിൽ ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. ദൈവസഭ മുഴുവനും പിറുപിറുക്കിയ ആർക്കെതിരെയാണ്? ദൈവത്തിനെതിരെ, യഹോവയ്ക്കെതിരെ പിറുപിറുക്കിയാണ്. എന്ത് കണ്ടിട്ടാ? ഇവര് ചെന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സംഭവം അവിടെ കനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് 12 പ്രഭുക്കന്മാരെയാണ് ദൈവം അയച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവസ്ഥയെല്ലാം കണ്ടപ്പോൾ ഇവരുടെ കണ്ണു തള്ളിപ്പോയി. കാരണം ഒരു മുന്തിരിക്കൊല തന്നെ 2 പേരാണ് ചുമന്നുകൊണ്ട് വരുന്നത്. അപ്പൊ അത്രമാത്രം ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലാണ് അവിടുത്തെ ആ ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം കണ്ട് മാത്രമല്ല, അവിടെയുള്ള ഭക്ഷണവും കഴിച്ച് നല്ല ഉന്നതന്മാരായിരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഇവര് പറയുന്നത് അവിടെ ഞങ്ങൾ അനാക്യ മല്ലന്മാരെയും കണ്ടു. എടാ, മല്ലന്മാരെ പോലെ ആഹാരവും കഴിച്ച് തൃപ്തി പ്രാപിക്കുന്ന സ്ഥലമാണ്. പക്ഷെ എത്ര അനാക്യ മല്ലനെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? കഴിഞ്ഞ നാളുകളിലെ യുദ്ധമെല്ലാം ആരാ ചെയ്തത്? യഹോവ ചെയ്തു. ചെങ്കടലിനെ ആരാ വിഭാഗിച്ചത്? യഹോവ വിഭാഗിച്ചു. 10 അത്ഭുതങ്ങൾ മിസ്രൈമിൽ വെച്ച് കണ്ട ജനമാണ്. ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനം വേറെ ആരാ ഉള്ളത്? എന്നിട്ട് പോലും പിറുപിറുക്കിയാണ്. പിറുപിറുക്കുന്ന ജനം നശിച്ചു പോകും. പിറുപിറുപ്പിന് എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞ മർമറി, അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നത്. എന്തു ആയട്ടെ, ദൈവമക്കളെ ഒരിക്കലും നമ്മൾ പിറുപിറുക്കരുത്. ഇവിടെ ഇവര് പിറുപിറുത്തു. അങ്ങനെ അവരുടെ ദുർവർത്തമാന നിമിത്തം ദേശത്തെ കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞതുമായ ആ പുരുഷന്മാരെ യഹോവയുടെ മുമ്പാകെ ഒരു വാദ കൊണ്ട് മരിച്ചു. 12 പേര് പോയി, 10 പേര് വാദം കൊണ്ട് മരിച്ചു. 2 പേര് ഒരിക്കലും മരിച്ചില്ല. എന്താ മരിക്കാതിരുന്നത്? അവർ ദൈവത്തിന് വേണ്ടി നിന്നവരാ. ദൈവത്തിന് വേണ്ടി പക്ഷം പിടിക്കാതെ ദൈവത്തിന് വേണ്ടി നേരെ നിവരോടെ നിന്ന് യഹോവയാണ് ഇത്രയും കൊണ്ടുവന്നത്, യഹോവയാണ് നടത്തിയത്. എന്റെ കഴിവല്ല, എന്റെ ബുദ്ധിയല്ല, എന്റെ ശക്തിയല്ല, ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത എന്നിൽ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ പിന്നെ ദൈവത്തിന്റെ കരുത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് താണിരിക്കുന്നവനെ മാത്രമേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ, ഉയർത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ 2 പേരെ കർത്താവ് സൂക്ഷിച്ചു. നൂന്റെ മകൻ യോശുവയും യെഫുന്നെയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. കാരണം അവരാണ് ഈ ജനത്തോട് പറഞ്ഞത്, ഇത്രയും യുദ്ധങ്ങളെല്ലാം ചെയ്ത് യഹോവയാണ്, യഹോവ തന്നെ നമുക്ക് ആ ദേശം തരും. ഇതെല്ലാം പറഞ്ഞ് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ 39 വാക്യം, പിന്നെ മോശ ഈ വാക്കുകൾ ഇസ്രായേൽ മക്കളോടൊക്കെയും പറഞ്ഞു. ജനം ഏറ്റവും ദുഃഖിച്ചു. കണ്ടോ, ജനം ഏറ്റവും ദുഃഖിച്ചു. അവർക്ക് കുറ്റബോധം ഉണ്ടായി. സംഭവം ശരിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവര് തന്നെ തീരുമാനം എടുക്കുക. പിറ്റേന്ന് 40 വാക്യം, പിറ്റേന്ന് അവർ അധികാലത്തെ എഴുന്നേറ്റ് ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി പോകുന്നു, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് മലകളിൽ കയറി. അപ്പോൾ മോശ, നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകയില്ല. ശത്രുക്കളെ തോൽക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. അമാലേക്യരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ യഹോവയെ വിട്ട് പിന്തിരിഞ്ഞിരിക്കൊണ്ട് യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും കണ്ടോ, എന്നിട്ടും അവർ ധാർഷ്ട്യം കൊണ്ട് മലമുകളിൽ കയറി യഹോവയുടെ നിയമപ്പെട്ടവും മോശയും പാളയത്തിൽ നിന്നു പുറപ്പെട്ടില്ലതാണ്. എന്നാലെ മലയിൽ പാർത്തിരുന്ന അമാലേക്യരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ച് ഓർമ്മ വരെ അവരെ ചിന്തിച്ചോടിച്ചു കളഞ്ഞു. കണ്ടോ, അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചതാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാൽ മാത്രമേ കരുണ ലഭിക്കത്തുള്ളൂ. വന്ന തെറ്റിന് പരിഹാരം വരുത്താതെ
പരിഹാരം വരുത്താതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ശുഭമാകത്തില്ല. എവിടെ പോയാലും ശുഭമാകത്തില്ല. അതുകൊണ്ടല്ലേ കർത്തൃമേശ എടുക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്തൃമേശ എടുക്കാതെ ഒഴിഞ്ഞിരിക്കാൻ പറയുന്നത്. എന്താ? കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബലഹീനരാകും, രോഗികളായിത്തീരും. ഇന്ന് എത്ര പേര് ഇങ്ങനെ രോഗികളായിട്ട് ഇരിക്കണമെന്നറിയോ? ഈ രോഗം മാറാനായിട്ട് ഏത് ഹോസ്പിറ്റലിൽ പോയാലും സൗഖ്യം കിട്ടത്തില്ല. കാരണം നമ്മൾ ക്രമപ്പെടാതെ, നമ്മളുടെ പാപം ചെയ്തിട്ട് പാപത്തിന് പരിഹാരം വരുത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാം ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. ഇവിടെ യഹോവ കൂടെയില്ലാതെ അവര് പോവുകയാണ്. അപ്പോൾ യഹോവ കൂടെയില്ലാതെ പോയി കഴിഞ്ഞാൽ വചനവിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തില്ല. ഇവർ നാദിക്കപ്പെടും, ഇവർ നിന്ദിക്കപ്പെടും. ഒത്തിരി പേര് അപകടത്തിൽ ചിന്നിച്ചെതറി മരിക്കുവാനിടയായിരുന്നു. എന്താ ഇത് സംഭവിച്ചത്? അനുസരണക്കേട് കാണിച്ചിട്ടാണ്. അപ്പൊ കുറവ് സംഭവിച്ചു പോയി, കുറ്റം സംഭവിച്ചു പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധി ഇരിക്കണം, നേർപ്പ് പ്രാപിക്കണം. നമ്മുടെ കുറുവാക്യം മറന്നുപോലും. എബ്രായത്തിന്റെ ലേഖനത്തിനകത്ത് നമ്മൾ എന്താ വായിച്ചത്? അവര് സംഹാരികളാൽ നശിച്ചു പോയി. ഇവര് നശിച്ചത് എങ്ങനെയാണ്? അവര് ദൈവശബ്ദം കേൾക്കുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അപ്പൊ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം ദൈവവചനം. എബ്രായ ലേഖനത്തിൽ പറയുന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരും പറയുകയാണ്. ദൈവശബ്ദമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം ദൈവം ചെയ്തിരിക്കുന്നു. ഒരു കണ്ണിന് ദയ തോന്നാതിരുന്നപ്പോൾ ദൈവം നമ്മളോട് ദയ കാണിച്ചില്ലേ? ഡോക്ടർമാർക്ക് അസാധ്യമായത് അത്ഭുതകരമായി ദൈവം നമ്മളെ സൗഖ്യമാക്കിയില്ലേ? ഇത് നമ്മൾ ജീവനോടെ നിൽക്കുന്നില്ലേ? കർത്താവ് കഴിഞ്ഞ നാളിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തില്ലേ? ആ ദൈവത്തോട് നമ്മൾ മറന്നിരിക്കുക. നാം മനുഷ്യനോട് എതിർക്കുമ്പോൾ, മനുഷ്യനോട് വഴക്കിടുമ്പോൾ, പിറുപിറുക്കുമ്പോൾ നമ്മൾ ആരോടാ പിണങ്ങുന്നത്? ദൈവത്തോടാ പിണങ്ങുന്നത്. ദൈവത്തോട് പിണങ്ങി നമുക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ അനുസരണക്കേടിന്റെ ശിക്ഷ ഇവരനുഭവിക്കാനിടയായി തീർന്നു. അതുപോലെ നമുക്കുണ്ടാകരുതും. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്നപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവമക്കളെ, ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കരുത്. മറ്റുള്ളവരെ കണ്ടാൽ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരോട് ദയ തോന്നുവാൻ, ഒരാൾ തെറ്റ് ചെയ്താൽ പോലും അയാളോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ അകത്ത് ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പോ പകയോ പിണക്കോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകളയുവാൻ, മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഏറ്റവും അനുഗ്രഹമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറവുകൾ കണ്ടുണരാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത എന്താണ് തടസ്സമുള്ളത് അത് കണ്ട് നമ്മൾ അത് ഉപേക്ഷിക്കണം. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം പറഞ്ഞു ഇന്നത്തേക്കാൾ ഒരു പടി കൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? നമുക്കിടയായി തീരട്ടെ. ഈ രാത്രിയിൽ ഈ വചനം കണ്ട എല്ലാ ദൈവങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഉപവാസ പ്രാർത്ഥന 1-ാമത്തെ ദിവസം കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. വിവിധ വിഷയങ്ങൾ പകരം പ്രാർത്ഥിക്കാനിടയായി. സന്ധ്യാസമയത്ത് ഞങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കർത്താവ് ജോലി സ്ഥലത്തായിരിക്കുന്നവര്, പഠിക്കാൻ കടന്നു പോയിരിക്കുന്നവര്, രോഗക്കിടക്കയിലായിരിക്കുന്നവര്, പല വിധത്തിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവര്, ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ പേരും കർത്താവ് മഞ്ഞു മഴ അയക്കണമേ. അവിടുന്ന് ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളെ സമാധാനത്തിൽ അയക്കണമേ. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഞങ്ങൾക്ക് ആയുസ് നൽകി തന്നാൽ നാളെ പകൽ വീണ്ടും വാസവും പ്രാർത്ഥനയും കർത്താവോട് ചേർന്നിരിക്കുവാൻ ഏഴകളെ സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം. സ്വർഗ്ഗപിതാവേ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ അയ്യയ്ക്ക അടിയാര യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. ഓ മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, അനുദിനം നമ്മെ ആശ്വസിപ്പിച്ച് വരുന്ന പരിശുദ്ധങ്ങളുടെ കൂട്ടായ്മ സംസർഗം കാവലും നാം ഓരോരുത്തരോടും പ്രാർത്ഥന സകല വിഷയത്തോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും തുടർന്നുവാസം പ്രാർത്ഥന ദൈവമക്കളോടും ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവിൽ ഇരിക്കുമാറാട്ടെ.
ആമേൻ. അറക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ ഹല്ലേലൂയ. സമാനത്തിൽ കടന്നു പോകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചായ ഉണ്ടെങ്കിൽ കുടിക്കാൻ കൊടുക്കണം. സ്വാഗതം.